പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, കേരളത്തിലെ ലോകായുക്ത എന്ന് പറയുന്ന സംവിധാനത്തിൽ ഇപ്പോൾ ഉപലോകായുക്തയുടെ ചുമതല വഹിക്കുന്ന ഹാരുൺ അൽ റഷീദ് എന്ന് പറയുന്ന ആ ന്യായാധിപൻ 2024 ഓഗസ്റ്റ് 20 രാജിവെക്കണം എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോയിലൂടെ ഞാൻ ശ്രമിക്കാറ്. അദ്ദേഹത്തിന് തെല്ലെങ്കിലും അന്തസ്സുണ്ടെങ്കിൽ, അദ്ദേഹത്തിന് തെല്ലെങ്കിലും ആത്മാഭിമാനമുണ്ടെങ്കിൽ കേരളത്തിലെ ഹൈക്കോടതിയിലെ റിട്ടയേർഡും അല്ലാത്തവരുമായിട്ടുള്ള ഉന്നതരായിട്ടുള്ള ന്യായാധിപന്മാരുടെ അന്തസ്സും ആത്മാഭിമാനവും നിലനിർത്തുന്നതിൻ്റെ ഭാഗമായി ജസ്റ്റിസ് ഹാരുൺ അൽ റഷീദ് ഈ വരുന്ന 20 ആ സ്ഥാനത്ത് നിന്ന് രാജിവെക്കാൻ തയ്യാറാവണം എന്നാണ് ഈ വീഡിയോയിലൂടെ ഒരല്പം വിശദമായി ഞാൻ എൻ്റെ പ്രേക്ഷകരുമായി ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. സുഹൃത്തുക്കളെ, ഞാൻ എൻ്റെ വിശദാംശങ്ങളിലേക്കൊന്ന് പോകാം. നമ്മൾ കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കേസ് കഴിഞ്ഞ കുറെ കാലങ്ങളായി നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പൊതുപ്രവർത്തകനായിട്ടുള്ള ശ്രീമാൻ RS ശശികുമാർ നൽകിയ ആ കേസ് എന്നുവെച്ചാൽ ലോകായുക്തയിൽ നൽകിയിരുന്ന ആ കേസ്, അതിൻ്റെ ഓരോ ഡെവലപ്മെൻറ്റ്സുകൾ ഒക്കെ തന്നെ വിശദമായി നമ്മൾ ചർച്ച ചെയ്യുന്നു. അതിൻ്റെ വിശദാംശങ്ങളിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. ആ കേസിൽ നമ്മൾ കുറേ നാൾ ചർച്ച ചെയ്തു. ആ ചർച്ച ചെയ്തതിനെ തുടർന്ന് അവസാനം ആ കേസിൽ മുഖ്യമന്ത്രിയെ കുറ്റവിമുക്തനാക്കി, അഴിമതി കണ്ടെത്താൻ കഴിഞ്ഞില്ല എന്ന് ശ്രീ ജോസഫ് ലോകായുക്ത ആയിരുന്ന സമയത്ത് ആ ലോകായുക്തയുടെ 3-അംഗ ഡിവിഷൻ ബെഞ്ച് ഹാരുൺ അൽ റഷീദും ബാബു മാത്യു പി ജോസഫും അടങ്ങുന്ന ഡിവിഷൻ ബെഞ്ച് വിധി പ്രഖ്യാപിക്കുകയും ആ വിധിക്കെതിരെ ശ്രീമാൻ RS ശശികുമാർ ഹൈക്കോടതിയിൽ ഹർജി സമർപ്പിക്കുകയും ചെയ്തിരിക്കുകയാണ്. ആ ഹർജിയിൽ സെപ്റ്റംബർ 24 മുതൽ മുതിർന്ന ന്യായാധിപനായിട്ടുള്ള മുഹമ്മദ് മുസ്താഖിന്റെ നേതൃത്വത്തിലുള്ള ഡിവിഷൻ ബെഞ്ച് ആ കേസിൽ വാദം കേൾക്കാൻ തീരുമാനിച്ചിരിക്കുകയും. അപ്പോൾ നമുക്ക് ഈ ലോകായുക്തയിൽ ഉണ്ടായിരുന്ന ഈ ദുരിതാശ്വാസ നിധിയുമായി ബന്ധപ്പെട്ട കേസ് നമ്മൾ വിശദമായി ചർച്ച ചെയ്തിട്ടുള്ളതാണ്. അത് കേസിന്റെ ഓരോ ഘട്ടങ്ങൾ നമ്മൾ ചർച്ച ചെയ്തു എന്ന് മാത്രമല്ല, ആ കേസ് അവിടെ കൊടുത്തതുമായി ബന്ധപ്പെട്ടുകൊണ്ട് 1999 മുതൽ നിലനിന്നിരുന്ന ലോകായുക്ത നിയമം തന്നെ ഭേദഗതി ചെയ്യപ്പെട്ടു. അതൊക്കെ നമുക്കറിയാമല്ലോ. അതിൽ മുഖ്യമന്ത്രിക്കെതിരെ ഒരു വിധി വരാൻ സാധ്യതയുണ്ടെന്ന് അറിഞ്ഞപ്പോൾ മുഖ്യമന്ത്രി അവിടെ ഓൺലൈനിൽ അമേരിക്കയിൽ ഇരുന്നുകൊണ്ട് അത് ഭേദഗതി ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിച്ചു. ഭേദഗതി ചെയ്യാൻ വേണ്ടിയിട്ടുള്ള തീരുമാനം മന്ത്രിസഭ എടുത്തു, ഗവർണർക്ക് അയച്ചു. അതിൽ പ്രധാനമായും 2 ഭേദഗതികളാണ് ഉണ്ടായിരുന്നത്. ഒന്ന് എന്ന് പറയുന്നത് അഴിമതിയുമായി ബന്ധപ്പെട്ട കാര്യം ആത്യന്തികമായി ലോകായുക്തയ്ക്ക് തീരുമാനിക്കാൻ പറ്റില്ല, അത് ക്യാബിനറ്റ് കൂടി പരിശോധിക്കണം എന്നുള്ളത്. 2, ലോകായുക്തയായി ഒന്നുകിൽ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസിനോ അല്ലെങ്കിൽ സുപ്രീം കോടതി ജഡ്ജിയോ എന്നുള്ളത് മാറ്റി ലോകായുക്തയും ഉപലോകായുക്തമാരുമെല്ലാം ഹൈക്കോടതി ജഡ്ജിമാർ ആയാൽ മതി എന്നുള്ള 2 ഭേദഗതികൾ കൊണ്ടുവന്നു. അത് ഗവർണർ കൊടുത്തു. ഗവർണർ അത് ഒപ്പിടാൻ വിസമ്മതിച്ചു. അതിനുശേഷം അത് രാഷ്ട്രപതിക്ക് പോയി. രാഷ്ട്രപതി ആ ഭേദഗതിക്ക് അംഗീകാരം നൽകി. തിരിച്ചു വന്നു, ഗവർണർ അതിൽ ഒപ്പിട്ടു. അതൊക്കെ അപ്പോൾ ആ വിഷയം നമ്മൾ വളരെ വിശദമായി നമ്മൾ ഘട്ടങ്ങളിൽ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇനിയിപ്പോൾ അതിൻ്റെ ആ കേസ് ഹൈക്കോടതിയിൽ വാദം നടക്കുന്ന സമയത്തും അതിനെക്കുറിച്ചുള്ള ചർച്ച ഉണ്ടാവും. കാരണം വെച്ചാൽ മുഖ്യമന്ത്രിയുടെ നിലനിൽപ്പുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കേസാണല്ലോ ആ കേസ്. ഞാൻ അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോകാനല്ല ഉദ്ദേശിക്കുന്നത്. ആ വിശദാംശങ്ങൾ ഞാൻ പല ഘട്ടങ്ങളിൽ പല വീഡിയോകളിലൂടെ ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുള്ളത്. സുഹൃത്തുക്കളെ, ഞാൻ ആ സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇപ്പോൾ ലോകായുക്തയുടെ ചുമതല വഹിക്കുന്ന ഹാരുൺ അൽ റഷീദുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചില കാര്യങ്ങളാണ് ഞാൻ ഇവിടെ ചർച്ച ചെയ്യാൻ പോകുന്നത്. സുഹൃത്തുക്കളെ, നമുക്ക് ഓർമ്മയുണ്ടാവും, ആ ദുരിതാശ്വാസ നിധിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആ കേസിൽ വാദം പൂർത്തിയാക്കി 1 വർഷം കഴിഞ്ഞിട്ടും അതിൻ്റെ വിധി വന്നില്ല. അതിനെ തുടർന്ന് ശ്രീ ജോസഫിന്റെ നേതൃത്വത്തിലുള്ള ഒരു ഡിവിഷൻ ബെഞ്ച് ഒരു വിധി എഴുതുകയും എന്നാൽ ആ വിധിയിൽ ഹാരുൺ അൽ റഷീദ് എന്ന് പറയുന്ന ഉപലോകായുക്ത ഒപ്പുവെക്കാൻ വിസമ്മതിക്കുകയും ചെയ്തത് ഒരു വലിയ വിവാദമായിരുന്നു. അന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞെന്താണെന്ന് വെച്ചാൽ ആ ഉത്തരവ് പുറത്തു വന്നിരുന്നെങ്കിൽ അത് മുഖ്യമന്ത്രിയുടെ നിലനിൽപ്പിന് അപകടകരമാകും അല്ലെങ്കിൽ ഭീഷണിയാകും എന്നുള്ളത് കൊണ്ടാണ്
അന്ന് ഉപലോകായുക്തയായിരുന്ന ഹാരൂൺ അൽ റഷീദ് ആ വിധിന്യായത്തിൽ ഒപ്പിടാൻ അദ്ദേഹം തയ്യാറാവാതിരുന്നത് എന്നുള്ള ഒരു വിവരമാണ് അന്ന് നമുക്ക് ഉണ്ടായി. പിന്നീട് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഈ വിധിയുടെ അപകടത്തെക്കുറിച്ച് മുഖ്യമന്ത്രിയെയും CPM-നെയും യഥാസമയം അറിയിച്ചതും ഈ ഹാരൂൺ അൽ റഷീദ് ആയിരുന്നുവെന്നും അതറിഞ്ഞതിനെ തുടർന്നാണ് ചികിത്സാർത്ഥം അമേരിക്കയിൽ പോയിരുന്ന ശ്രീമാൻ പിണറായി വിജയൻ ഓൺലൈനിൽ മന്ത്രിസഭാ യോഗം വിളിച്ചിട്ട് ഈ ലോകായുക്ത നിയമം ഭേദഗതി ചെയ്യാൻ തീരുമാനിച്ചത് എന്നും നമ്മൾ അറിഞ്ഞിരുന്നു. എന്ന് പറഞ്ഞാൽ ഇത് അപകടകരമാണ് ഈ വിധി പ്രഖ്യാപിച്ചാൽ എന്നുള്ള വിവരം മുഖ്യമന്ത്രിയെയും CPM-നെയും ഒക്കെ യഥാസമയം അറിയിച്ച് മുഖ്യമന്ത്രിയെ വലിയൊരു പ്രതിസന്ധിയിൽ നിന്ന് രക്ഷപ്പെടുത്തിയത് ഈ ഹാരൂൺ അൽ റഷീദ് ആയിരുന്നു എന്നാണ് നമുക്ക് അന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അപ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ആ ലോകായുക്ത നിയമം രാഷ്ട്രപതിയിൽ ഒപ്പിട്ട് ഇവിടെ വന്നു, അംഗീകരിച്ചു ഇവിടെ വന്നു, ഗവർണർ ഒപ്പിട്ടു. അപ്പോൾ അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭേദഗതി എന്ന് പറയുന്നത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ 1999 വളരെ വ്യക്തമായിട്ടുള്ള ലോകായുക്ത നിയമത്തിൽ, കേരളത്തിൽ ലോകായുക്ത നിയമത്തിൽ പറഞ്ഞിരുന്നത് ലോകായുക്തയായി നിയമിക്കപ്പെടുന്ന ന്യായാധിപൻ ഒന്നുകിൽ ഹൈക്കോർട്ടിലെ ചീഫ് ജസ്റ്റിസോ അല്ലെങ്കിൽ സുപ്രീം കോടതി ജഡ്ജിയോ ആയിരിക്കണം എന്നുള്ളതാണ്. രണ്ട് കാരണങ്ങളുണ്ട്. ഒന്ന്, ഈ പറഞ്ഞതുപോലെ ഒരു നിഷ്പക്ഷനും ഭരണകൂടത്തിന്റെ പ്രത്യേക താല്പര്യങ്ങൾക്ക് വശംവദനാകാത്ത ഒരാളുമായിരിക്കണം എന്നുള്ളത് മുന്നിൽ കണ്ടുകൊണ്ടാണ് ലോകായുക്തയായിട്ട് ഒന്നുകിൽ ഹൈക്കോടതിയുടെ ചീഫ് ജസ്റ്റിസിനെയോ അല്ലെങ്കിൽ സുപ്രീം കോടതി ജഡ്ജിനെയോ നമ്മൾ കണ്ടിരുന്നത്, സുപ്രീം കോടതി ജഡ്ജിനെയോ ഒന്ന് ഈ നിയമം കണ്ടിരുന്നത് എന്ന് വേണം നമ്മൾ അനുമാനിക്കാൻ. അതിനനുസരിച്ചിട്ടാണ് പയസ് കുര്യാക്കോസും അതിനു മുമ്പുള്ള ആളുകൾക്ക് ഉണ്ടായിരുന്നത്. ശ്രീ ജോസഫ് സുപ്രീം കോടതി ജഡ്ജി ആയിരുന്നെങ്കിലും ശ്രീ ജോസഫ് പിന്നീട് സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങി മെയിൻറ്റെയിനബിലിറ്റിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് തീരുമാനമെടുത്തില്ല. അതുപോലെ തന്നെ അഴിമതി തെളിയിക്കാനായില്ല എന്നൊക്കെ അദ്ദേഹം പറഞ്ഞു. അദ്ദേഹം ഇതിന് വഴങ്ങിയെങ്കിൽ പോലും 1999 നിയമത്തിൽ ലോകായുക്ത സുപ്രീം കോടതി ജഡ്ജിയോ അല്ലെങ്കിൽ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസോ ആയിരുന്നു പറഞ്ഞത്. ഈ പറഞ്ഞതുപോലെ സ്റ്റേച്ചർ കൂടുതലുള്ള ഒരാളായതുകൊണ്ട് അയാൾ ഈ പറഞ്ഞ പോലെ അന്യായമായിട്ടുള്ള തീരുമാനങ്ങൾക്കൊന്നും വഴങ്ങില്ലെന്നും ഭരണകൂടത്തിന്റെ ഇംഗിതത്തിന് വഴങ്ങില്ല എന്നുള്ളത് കൊണ്ടുമായിരുന്നു. എന്നാൽ അതും മാറ്റാൻ കേരളത്തിലെ സർക്കാർ തീരുമാനിച്ചിട്ട് അവരെന്താ പറഞ്ഞത്? അവർ പറഞ്ഞത് ലോകായുക്തയും ഉപലോകായുക്തമാരും ഹൈക്കോടതി ജഡ്ജിമാർ ആയാൽ മതി എന്നുള്ള തീരുമാനം അവർ കൊണ്ടുവന്നു. അപ്പൊ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇപ്പോൾ സുപ്രീം കോടതിയിലെ ജഡ്ജിമാരൊക്കെ ആവണമെന്നൊക്കെ പറഞ്ഞാൽ ഇപ്പൊ 1-2 പേര് നിൽപ്പുണ്ട് ഇവിടെ. ഒന്ന് KS രാധാകൃഷ്ണൻ എന്ന് പറഞ്ഞിട്ട് സുപ്രീം കോടതി ജഡ്ജി ഇവിടെ നിൽപ്പുണ്ട്, മലയാളി. അതുപോലെ തന്നെ KM ജോസഫ് എന്ന് പറഞ്ഞ് വേറൊരു ജഡ്ജി ഇവിടെയുണ്ട്, സുപ്രീം കോടതിയിൽ നിന്ന് റിട്ടയർ ചെയ്തിട്ടുണ്ട്. ഇവർ 2 പേരും ഇവിടെയുണ്ട്. ശ്രീ ജോസഫ് എന്ന് പറഞ്ഞിട്ട് സുപ്രീം കോടതിയിൽ നിന്ന് റിട്ടയർ ചെയ്തിട്ടുള്ള ജഡ്ജി ഉണ്ട്. പക്ഷേ അദ്ദേഹം ഇവരെ പോലെ അത്ര ഈ പറഞ്ഞ പോലെ ശക്തമായ നിലപാടെടുക്കുന്നവരല്ല എന്നുള്ളത് കൊണ്ടും അദ്ദേഹത്തിന് വേറെന്തോ ഒരു സ്ഥാനം പിണറായി വിജയൻ കൊടുത്തുള്ളതുകൊണ്ട് ഞാൻ അദ്ദേഹത്തെ പരിഗണിക്കുന്നില്ല. പക്ഷേ KS രാധാകൃഷ്ണനും KM ജോസഫും ശക്തമായിട്ടുള്ള നിലപാടുള്ളവരാണ്. KS രാധാകൃഷ്ണനാണ് സഹാറ എന്ന് പറഞ്ഞിട്ടുള്ള വലിയ സ്ഥാപനത്തിന്റെ ഉടമയായിട്ടുള്ള സുബ്രതോ മുഖർജി, അദ്ദേഹത്തെ 1.5 ലക്ഷം കോടി രൂപയുടെ ആസ്തിയുള്ള കമ്പനിയുടെ ഉടമയായിട്ടുള്ള അയാളെ ജയിലിലാക്കി, തിഹാർ ജയിലിലാക്കാനുള്ള ആ വിധി പ്രഖ്യാപിച്ചത് അദ്ദേഹമാണ്. KM ജോസഫിനെ കുറിച്ചിട്ട് നമുക്കറിയാം. കേന്ദ്രത്തിലെ തെരഞ്ഞെടുപ്പ് കമ്മീഷണറെ തീരുമാനിക്കുന്നത് സംബന്ധിച്ച് മോഡി സർക്കാരിനുണ്ടായിരുന്ന അപ്രമാദിത്വം ഇല്ലാതാക്കുന്ന ഒരു വിധി പ്രഖ്യാപിച്ച ആളാണ് KM ജോസഫ്. അപ്പോൾ അവർ 2 പേരും ഇവിടെ ഉണ്ട്. പക്ഷെ അവരെ 2 പേരൊന്നും ആക്കില്ല എന്നുള്ളത് അറിയാമല്ലോ. അതുകൊണ്ട് സർക്കാരിന്റെ ഇംഗിതത്തിന് വഴങ്ങുന്നവരായിരിക്കണം എന്നുള്ളത് കൊണ്ടാണ് ഈ ഭേദഗതി വരുത്തിയിട്ട് കേരളത്തിലെ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് വേണ്ട, അതുപോലെ തന്നെ സുപ്രീം കോടതി ജഡ്ജിയും വേണ്ട, ലോകായുക്തയും ഉപലോകായുക്തമാരും ഹൈക്കോടതി ജഡ്ജിമാരായാൽ മതി എന്നുള്ള ഒരു തീരുമാനം ഉണ്ടായത്. അപ്പൊ സ്വാഭാവികമായും നമ്മൾ മനസ്സിലാക്കേണ്ടത് അങ്ങനെ ഒരു തീരുമാനം ഉണ്ടായി എന്നുള്ളത് ശരിയാണെങ്കിൽ പോലും 2025 വരെ കാലാവധിയുള്ള ഹാരൂൺ അൽ റഷീദിന് 2025 വരെ ലോകായുക്തയായി അദ്ദേഹത്തിന് നിയമനം നൽകുമെന്ന് നമ്മളെല്ലാവരും വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അത് നമ്മളെ കുറ്റപ്പെടുത്താൻ പറ്റില്ല സുഹൃത്തുക്കളെ. കാരണം മുഖ്യമന്ത്രിക്ക് വേണ്ടി ഒരുപാട് വിടുപണി ചെയ്തിട്ടുള്ള ഒരാളാണ് ഇയാൾ എന്നുള്ളതാണ് ആരോപണം. ശ്രീ ജോസഫ് കൊണ്ടുവന്ന വിധിന്യായം മുഖ്യമന്ത്രിക്കെതിരാണെന്നുള്ളത് കാലേകൂട്ടി അയാളെ അറിയിക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ള ആളാണ് ഇയാൾ. അതുകൊണ്ട് ഗവൺമെന്റുമായി അടുത്ത് നിൽക്കുന്ന ആളും മുഖ്യമന്ത്രി രക്ഷിച്ച ആളുമാണെന്നുള്ളത് കൊണ്ട് 2025 വരെ ഹാരൂൺ അൽ റഷീദിനെ
പിന്നെ ലോകായുക്തയായി തുടരാൻ അനുവദിക്കും, ലോകായുക്തയാക്കും എന്ന് നമ്മൾ ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ കുറ്റപ്പെടുത്താൻ പറ്റില്ല. ഇപ്പോൾ ഒരു ലോകായുക്തയുടെയും ഒരു ഉപലോകായുക്തയുടെയും പിന്നെ സ്ഥാനമാണ് ഒഴിഞ്ഞ് കിടക്കുന്നത്. സ്വാഭാവികമായി 2025 വരെ ലോകായുക്തയായിട്ട് ഇയാളെ ആക്കേണ്ടതായി. ഇനി ഹാരൂൺ അൽ റഷീദിന്റെ ചരിത്രം നമ്മൾ നോക്കിയാൽ എന്താ കാണാൻ കഴിയുന്നത്? 2007 ബാറിൽ നിന്ന് നേരിട്ട് ഹൈക്കോടതി ജഡ്ജി ആയ ആളാണ് ഹാരൂൺ അൽ റഷീദ്. അദ്ദേഹം 2009 ഹൈക്കോടതിയിലെ സ്ഥിരം ജഡ്ജായി അദ്ദേഹം മാറി. അതിനുശേഷം 2014 അദ്ദേഹം റിട്ടയർ ചെയ്തു. അപ്പോൾ 2007 മുതൽ 2014 വരെ ജഡ്ജായിട്ടിരുന്നിട്ട് റിട്ടയർ ചെയ്തു. പിന്നീട് അദ്ദേഹം പല സംസ്ഥാന സർക്കാരിൻ്റെ പല കമ്മിറ്റികളിലും അദ്ദേഹം ചെയർമാനൊക്കെ ആയിരുന്നു. 2020 അദ്ദേഹത്തെ ഉപലോകായുക്തയാക്കി നിയമിക്കുന്നത്. 2025 വരെ അദ്ദേഹത്തിന് കാലാവധി ഉണ്ടായി. സ്വാഭാവികമായും പിണറായി വിജയനെ സഹായിച്ച സാഹചര്യത്തിൽ ലോകായുക്തയായിട്ട് അദ്ദേഹത്തെ 2005 വരെ വെക്കും എന്നാണ് നമ്മൾ വിചാരിച്ചത്. പക്ഷെ അത്ഭുതകരമെന്ന് പറയട്ടെ, എൻ അനിൽകുമാർ എന്ന ഒരു ന്യായാധിപനെ പിണറായി സർക്കാർ ലോകായുക്തയാക്കി നിയമിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. അപ്പോൾ പുതിയ ഭേദഗതി അനുസരിച്ച് ഹൈക്കോടതി ചീഫ് ജസ്റ്റിസും സുപ്രീം കോടതി ജഡ്ജിയും അല്ലാത്ത ഒരാൾ ആദ്യമായി കേരളത്തിലെ ലോകായുക്തയായി നിയമിക്കപ്പെടാൻ പോകുന്നു. സുഹൃത്തുക്കളെ, ഈ എൻ അനിൽകുമാർ ലോകായുക്തയായി നിയമിക്കപ്പെടാൻ പോകുമ്പോൾ ഒരു പ്രത്യേകതയുണ്ട്. അതാണ് ഞാൻ ഇനി നിങ്ങളോട് പറയാൻ പോകുന്നത്. ഈ എൻ അനിൽകുമാറിന്റെ ചരിത്രം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അദ്ദേഹം നിലമേൽ NSS കോളേജിൽ പഠിച്ചിരുന്നു. അന്ന് SFIയുടെ നേതാവായിരുന്നു. അതുപോലെ തന്നെ അദ്ദേഹം തിരുവനന്തപുരം ലോ കോളേജിൽ നിന്നാണ് LLB എടുത്ത്, അപ്പോഴും SFIയുടെ നേതാവായിരുന്നു. 1991 അദ്ദേഹം മുൻസിഫായി. 2004 ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റായി. 2005 അദ്ദേഹം ഡിസ്ട്രിക്ട് സെഷൻസ് ജഡ്ജായി. പിന്നീട് പല തസ്തികകളൊക്കെ തുടർന്നു. അദ്ദേഹം പിന്നീട് ഹൈക്കോടതി രജിസ്ട്രാറായി. അതെല്ലാം കഴിഞ്ഞ് 2018 അദ്ദേഹം അഡീഷണൽ ജഡ്ജായി. 2020 അദ്ദേഹം പെർമനന്റ് ജഡ്ജായി. 2021 അദ്ദേഹം ആ സ്ഥാനത്ത് നിന്ന് വിരമിച്ചു. അപ്പോൾ 2018 തൊട്ട് മുമ്പ് അദ്ദേഹം രജിസ്ട്രാറായി. 2018 ജഡ്ജായി, അഡീഷണൽ ജഡ്ജായി. 2020 പെർമനന്റ് ജഡ്ജായി. 2001 അദ്ദേഹം വിരമിച്ചു. അപ്പോൾ കട്ടിച്ചൊരു 2-3 വർഷം അദ്ദേഹം ജഡ്ജായി. ആ ജഡ്ജായത് 2018 അദ്ദേഹത്തിന്റെ ബാക്ക്ഗ്രൗണ്ട് ഞാൻ പറഞ്ഞു, SFI ബാക്ക്ഗ്രൗണ്ട് കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു. 2021 ഡിസംബറിൽ റിട്ടയർ ചെയ്ത എൻ അനിൽകുമാറിനെ 2022 ജനുവരിയിൽ തന്നെ കാപ്പ അഡ്വൈസറി ബോർഡ് ചെയർമാനായി സംസ്ഥാന സർക്കാർ നിയമിച്ചു. 2021 ഡിസംബറിൽ റിട്ടയർ ചെയ്യുന്നു. 2022 ജനുവരിയിൽ കാപ്പ അഡ്വൈസറി ബോർഡിന്റെ ചെയർമാനായി നിയമിച്ചു. കാപ്പ അഡ്വൈസറി ബോർഡിന്റെ ചെയർമാനായി ഇരിക്കുമ്പോൾ തന്നെ അയാൾ കോഫെപോസ, ചെയർമാൻ ഓഫ് അഡ്വൈസറി ബോർഡ് ഫോർ കോഫെപോസ, PIT, NDPS, NSA, ഇതിൻ്റെയൊക്കെ അഡ്വൈസറി ബോർഡിന്റെ ചെയർമാനും ഒക്കെ ആയി. അപ്പോൾ അയാൾ SFIയുടെ ആളായിരുന്നു. അയാൾ സർക്കാരിന് എത്രത്തോളം വേണ്ടപ്പെട്ടവനാണ് എന്നുള്ളത് കൊണ്ട് തന്നെ അയാൾ റിട്ടയർ ചെയ്ത ഉടനെ തന്നെ അയാളെ വേറെ സ്ഥാനത്തേക്ക് വെച്ചു. അയാൾ 2018 ജഡ്ജായി. 2021 അയാൾ റിട്ടയർ ചെയ്തു. സുഹൃത്തുക്കളെ, അയാളാണ് ലോകായുക്തയായി ഇപ്പോൾ നിയമിക്കപ്പെടാൻ പോകുന്നത്. ആ ലോകായുക്തയായി നിയമിക്കപ്പെടാൻ പോകുന്ന അയാളുടെ കീഴിൽ ആണ് ശ്രീമാൻ ഹാരൂൺ അൽ റഷീദ് എന്ന് പറയുന്ന ഈ ന്യായാധിപൻ ഇനി ഉപലോകായുക്തയായി പ്രവർത്തിക്കേണ്ടി വരിക എന്ന് പറഞ്ഞാൽ മുൻസിഫായി, SFI നേതാവായി, പിന്നീട് മുൻസിഫായി, പിന്നീട് സെഷൻസ് ജഡ്ജായി, പിന്നീട് പല തസ്തികകളിലും ഇരുന്നിട്ട് കോടതിയിൽ രജിസ്ട്രാറായി. കട്ടിച്ച് 3 വർഷത്തേക്ക് ജഡ്ജായിരുന്ന ഹാരൂൺ അൽ റഷീദിനേക്കാളും ഏറ്റവും ജൂനിയർ ആയിരുന്ന അനിൽകുമാറിന്റെ കീഴിൽ ഹാരൂൺ അൽ റഷീദിന് ഇനി ജോലി ചെയ്യേണ്ടി വരും. അതായത് 2007 ഹൈക്കോടതി ജഡ്ജിയാവുകയും 2014 വരെ ആ സ്ഥാനത്ത് തുടരുകയും 2020 ലോകായുക്തയാവുകയും ഉപലോകായുക്തയാവുകയും 2024 വരെ ഉപലോകായുക്തയായി തുടരുകയും ചെയ്ത, അതിനേക്കാൾ ഉപരി പിണറായി വിജയന്റെ വിശ്വസ്തനായി കരുതപ്പെട്ടിരുന്ന, പിണറായി വിജയന്റെ നിലനിൽപ്പിനെ പോലും അപകടപ്പെടുത്താൻ ഇടയുള്ള ഒരു വിധിന്യായം ലോകായുക്തയിൽ നിന്ന് വന്നപ്പോൾ അതിൽ ഒപ്പിടാൻ മടിച്ച് പിണറായി വിജയനെ രക്ഷപ്പെടുത്തിയ, യഥാർത്ഥത്തിൽ പിണറായി വിജയൻ മുഖ്യമന്ത്രിയായി തുടരുന്നത് തന്നെ
ഈ ഹാരൂൺ അൽ റഷീദിന്റെ പ്രവൃത്തി കൊണ്ടാണ് നമ്മൾ മനസ്സിലാക്കണം. അയാളാണ് അയാൾ റിട്ടയർ ചെയ്ത് 6 വർഷം കഴിഞ്ഞപ്പോൾ റിട്ടയർ ചെയ്ത ഒരു ജില്ലാ ജഡ്ജി, മൂത്ത ജഡ്ജിയായിട്ടുള്ള ഒരു ജഡ്ജിയായ എൻ അനിൽകുമാറിന്റെ കീഴിൽ ഈ ഓഗസ്റ്റ് 21 മുതൽ പ്രവർത്തിക്കേണ്ടി വരിക എന്നുള്ള അത്യന്തം പരിതാപകരമായിട്ടുള്ള, ദയനീയമായിട്ടുള്ള ഒരു അവസ്ഥയാണ് സംജാതമാകുന്നത്. സുഹൃത്തുക്കൾ, എന്തായാലും ഹാരൂൺ അൽ റഷീദ് ഇതുമായി ബന്ധപ്പെട്ട് വളരെ അസ്വസ്ഥനാണ് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അദ്ദേഹം മുഖ്യമന്ത്രിയെ കണ്ടതായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. മുഖ്യമന്ത്രിയെ കണ്ടപ്പോഴത്തേക്ക് മുഖ്യമന്ത്രി പറഞ്ഞതായി നമുക്കറിയാൻ കഴിയുന്നത്, റിട്ടയർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ എവിടെയാണ് സുഹൃത്തെ സീനിയോറിറ്റി? അതിനൊരു കാര്യമില്ല. റിട്ടയർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ എല്ലാവരും ഒരുപോലെയാണ് എന്ന് പറഞ്ഞ് മുഖ്യമന്ത്രി പിണറായി വിജയൻ അദ്ദേഹത്തെ ബൂട്ട് ഔട്ട് ചെയ്തു എന്നാണ് നമ്മൾ അറിയുന്നത്. അദ്ദേഹം അതിനുശേഷം കേരളത്തിന്റെ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെ കണ്ട് തന്റെ വിഷമം അറിയിച്ചതായിട്ടാണ് അറിയുന്നത്. എന്തായാലും ആരിഫ് മുഹമ്മദ് ഖാൻ അദ്ദേഹത്തെ കണ്ട ഭാവം നടിക്കാതെ ഈ പുതിയ ലോകായുക്തയുടെ ഫയലിൽ ഒപ്പിടുകയാണ് ചെയ്തത്. കാരണം അദ്ദേഹത്തിന് അതിന് വേറെ വകുപ്പില്ല. കാരണം ഒപ്പിടുക എന്നുള്ളത് മാത്രമേ അദ്ദേഹത്തിന് ചെയ്യാൻ കഴിയുകയുള്ളൂ. അത് അദ്ദേഹം ചെയ്തു. അപ്പൊ ഞാൻ ഈ കൂടുതൽ ഈ വീഡിയോ ഞാൻ നീട്ടുന്നില്ല. എനിക്ക് ജസ്റ്റിസ് ഹാരൂൺ അൽ റഷീദ് എന്ന് പറയുന്ന ആ അഭിഭാഷകനോട് പറയാനുള്ളത്, ഉപലോകായുക്തയോട് പറയാനുള്ളത്, അങ്ങക്ക് എന്തെങ്കിലും ആത്മാഭിമാനമുണ്ടെങ്കിൽ, അങ്ങക്ക് എന്തെങ്കിലും അന്തസ്സുണ്ടെങ്കിൽ, അങ്ങക്ക് കേരളത്തിലെ മറ്റ് ന്യായാധിപന്മാരുടെ അന്തസ്സ് നിലനിർത്തണം എന്ന ആഗ്രഹമുണ്ടെങ്കിൽ അങ്ങ് ഈ എൻ അനിൽകുമാർ എന്ന് പറഞ്ഞ അങ്ങയേക്കാൾ വളരെ ജൂനിയർ ആയിട്ടുള്ള ഈ മനുഷ്യൻ, ഈ ജസ്റ്റിസ് എൻ അനിൽകുമാർ ലോകായുക്തയായി അധികാരമേൽക്കുന്നതിന്റെ തൊട്ടു തലേന്നാൾ അങ്ങ് ഈ ഉപലോകായുക്തയുടെ സ്ഥാനം രാജിവെച്ച് വീട്ടിലിരിക്കാൻ തയ്യാറാവണം എന്നാണ് എനിക്ക് അങ്ങയോട് പറയാനുള്ളത്. ഒരു കാര്യവും കൂടി എനിക്ക് പറയാനുണ്ട്. ഈ രാഷ്ട്രീയ നേതാക്കന്മാരുടെ പൃഷ്ഠം താങ്ങി നടന്നാൽ, രാഷ്ട്രീയ നേതാക്കന്മാർ നിൽക്കാൻ പറഞ്ഞാൽ ഇരിക്കുകയും ഇരിക്കാൻ പറഞ്ഞാൽ കിടക്കുകയും ചെയ്തുകൊണ്ട് നടന്നാൽ ഇതായിരിക്കും അനുഭവം എന്നുള്ള കാര്യം ജസ്റ്റിസ് ഹാരൂൺ അൽ റഷീദ് ഒന്ന് മനസ്സിലാക്കിയാൽ നന്നായിരിക്കും എന്നാണ് എനിക്ക് അദ്ദേഹത്തോട് പറയാനുള്ളത്. ന്യായാധിപന്മാർ ഇതുപോലെ രാഷ്ട്രീയക്കാരുടെ വിംസ് ആൻഡ് ഫാൻസീസിന് തുള്ളേണ്ടവരല്ല എന്നുള്ള കാര്യം ഇനി മനസ്സിലാക്കുക. ന്യായാധിപന്മാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് അവരുടെ പ്രവർത്തന പന്ഥാവ് ഭരണഘടന നിർദ്ദേശിച്ച് നൽകിയിട്ടുള്ളതാണ് എന്ന് മനസ്സിലാക്കണം. അല്ലാതെ ഏതെങ്കിലും ഒരു സ്ഥാനത്ത് വന്നാൽ, രാഷ്ട്രീയക്കാരന്റെ പോക്കറ്റിൽ കയറി കിടന്നാൽ, രാഷ്ട്രീയക്കാരന്റെ മുമ്പിൽ മൂക്ക് മുട്ടയെ മുട്ടിച്ചു നിന്നാൽ, രാഷ്ട്രീയക്കാരന്റെ മുമ്പിൽ ഇങ്ങനെ ഏത്തമിട്ട് നിന്നാൽ ഇതുപോലെയുള്ള അനുഭവങ്ങൾ ഉണ്ടാകും എന്നുള്ളത് ഹാരൂൺ അൽ റഷീദ് എന്ന് പറയുന്ന ന്യായാധിപൻ മനസ്സിലാക്കണം എന്ന് മാത്രമല്ല, അതുപോലെയുള്ള മറ്റുള്ള ന്യായാധിപന്മാരും മനസ്സിലാക്കണം എന്നുള്ള ഒരു മോറലും കൂടി ഇതിന്റെ ഈ വിഷയത്തിൽ ഉണ്ട് എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. അതുകൊണ്ട് ഉപലോകായുക്ത എന്നുള്ള നിലയിലുള്ള ഏറ്റവും അവസാനത്തെ ദിവസമായിരിക്കണം ഹാരൂൺ അൽ റഷീദിന് ഈ വരുന്ന ഓഗസ്റ്റ് 20 എന്നാണ് ഒരു പൊതുപ്രവർത്തകൻ എന്നുള്ള നിലയിലും അഭിഭാഷകൻ എന്നുള്ള നിലയിലും എനിക്ക് അദ്ദേഹത്തോട് വളരെ വിനയപുരസരം എനിക്ക് പറയാം.